അടുത്ത ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നല്ല സൂക്ഷിച്ചിരിക്കണം. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് എനർജി ഡെൻസിറ്റി. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും? ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ. ചെയ്യാം, സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. നമ്മുടെ ഇവിടെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ഇതിനെ നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജ് ചെയ്ത് അവസാനം ഇതിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഉള്ള ഇപ്പോഴത്തെ പി ഡി എന്ന് പറയുന്നത്, പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഇപ്പോഴത്തെ പി ഡി എന്ന് പറയുന്നത് വി ആണ്. നിങ്ങൾ ചാർജ് കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെന്നിരിക്കട്ടെ, ഒരു പ്രാവശ്യം കൊടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഡി ക്യു ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ ചാർജ് കൊടുത്ത് ഇപ്പോഴത്തെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള പി ഡി എത്രയാണ്? വി ആണ്. ഇനിയും വീണ്ടും ഒരു ഡി ക്യു കൂടെ കൊടുക്കണം. അപ്പോൾ ചാർജ് കൊടുക്കാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് എന്ന്. അങ്ങനെയാണെങ്കിൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് എന്നാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് എന്നാണ്. അപ്പോഴേ ഇപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ഇതിനെ ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജ് ചെയ്ത് ഇപ്പൊ ഇതിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് എത്ര പി ഡി ഉണ്ട് സുസാകെ? ഇപ്പൊ ഇതിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് വി എന്ന് പറയുന്ന പി ഡി ഉണ്ട്. ഇനി ഞാൻ എപ്പോഴും ചാർജ് കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും. ഓരോ പ്രാവശ്യം എത്ര വെച്ച് കൊടുക്കും? ഡി ക്യു വെച്ച് കൊടുക്കും. ഇപ്പം പ്ലേറ്റുകൾക്കിടയ്ക്ക് വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇനി ഒരു ഡി ക്യു കൂടെ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം. അപ്പൊ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് അല്ലേ? അപ്പൊ ഡി ക്യു ചാർജ് അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വർക്ക് കുഞ്ഞു വർക്കായിരിക്കും. ആ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക്, ആ അഡീഷണൽ വർക്ക് എന്ന് പറയുന്നത് ഡി ഡബ്ല്യു ആയിരിക്കും. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി അല്ലേ, ഞാൻ കൊടുത്ത ചാർജ് ഡി ക്യു അല്ലേ? അപ്പൊ ഇതാണ് ഡി ക്യു ചാർജ് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വർക്ക്. എനിക്ക് ഈ കപ്പാസിറ്ററിന് ഇനിഷ്യലി ഞാൻ ഒരു കപ്പാസിറ്റർ എടുത്തപ്പോൾ അതിന് ചാർജ് ഒന്നും ഇല്ലായിരുന്നു. ഇതിനെ ഫുൾ ചാർജ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം മാക്സിമം ഞാൻ ചാർജ് കൊടുക്കുന്നത് ക്യാപിറ്റൽ ക്യൂ ആണ്. അപ്പം ഇതിനെ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ടു ചാർജ് ഫുള്ളി ചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു, നിങ്ങൾ തന്നെ പറയൂ, ഇത് കുഞ്ഞ് വർക്കാണ്, ഇത്തിരി പോലും ചാർജ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ വർക്കാണിത്. അങ്ങനെയാണെങ്കിൽ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് കാണാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രൽ വി ഡി ക്യു എന്നാണ്. പ്രയാസമൊന്നുമില്ല. ഇനി നമ്മൾ കൊടുക്കുമ്പോൾ ഇനിഷ്യലി 0 ആണ് ചാർജ്. ഇനി ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്ക് അത് എത്രയാവും? ക്യാപിറ്റൽ ക്യൂ ആവും. ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കറിയാന്നുള്ള കാര്യം ഞാൻ പറയാം. വിക്ക് പകരം എന്തെഴുതാം? സി എന്ന് പറഞ്ഞാൽ എന്താ? സി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ സി ആണ്. ക്യൂ ബൈ വി ആണ്. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ സി അല്ലേ? അപ്പോ വിക്ക് പകരം ഞാൻ ക്യൂ ബൈ സി എഴുതാം. അപ്പൊ പറയൂ, ഇന്റഗ്രൽ 0 ടു ക്യൂ പറയൂ. വിക്ക് പകരം ഞാൻ ക്യൂ ബൈ സി എന്നെഴുതി, ക്യൂ ബൈ സി ഡി ക്യൂ എന്നെഴുതി. പ്രയാസമൊന്നുമില്ല. ഇതിനകത്ത് സി കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ആ കപ്പാസിറ്ററിനെ സംബന്ധിച്ച് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സി ഒരു കോൺസ്റ്റന്റ് ആണ്, എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പൊ 1 ബൈ സി അതുപോലെ എഴുതി. ഇന്റഗ്രൽ 0 ടു ക്യൂ പറയൂ. 0 ടു ക്യൂ ക്യൂ ഡി ക്യൂ എന്നാണ്. ഇനി ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ x⁻1 dx എന്ന് പറഞ്ഞാൽ എന്താണ്? x²/2 എന്നാണ്. x²/2 അപ്പൊ അതുപോലെ ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? q²/2 എന്നാണ്. അപ്പൊ ആൻസർ എന്ത് വരും? വർക്ക് ഈസ് ഈക്വൽ ടു പറയും 1 ബൈ സി അതുപോലെ എഴുതി. ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ q²/2 എന്നാണ്. അതിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, ലിമിറ്റ് സൈഡ് ഇടാം, 0 ടു ക്യൂ. ഈ 2 കൂടെ പുറത്ത് വെച്ചാൽ കൺവീനിയന്റ് ആയിരിക്കും. അപ്പൊ പറയും 1 ബൈ 2c അതുപോലെ എഴുതി. ബാക്കി q² എഴുതി പറയണം 0 ടു ക്യൂ. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഈക്വൽ ടു 1 ബൈ 2c അതുപോലെ എഴുതി പറയണം. ഇതിന് പകരം അപ്പർ ലിമിറ്റ് വിടണം, ലോവർ ലിമിറ്റ് വിടണം. പറയൂ, q² മൈനസ് 0². ആൻസർ എന്താ എന്ന് പറയൂ. വർക്ക് ഈസ് ഈക്വൽ ടു പറയൂ 1 ബൈ 2c ഇൻറ്റു q² എന്ന് ആയില്ലേ? എന്താണ് ക്യൂ എന്ന് പറഞ്ഞാൽ? ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എഴുതാൻ വി
സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് എഴുതിയാൽ ക്യൂ എന്താന്ന് പറയും? ക്യൂ എന്ന് പറഞ്ഞാൽ സി വി അല്ലേ? അപ്പൊ ക്യൂവിന് പകരം സി വി എഴുതുക. അപ്പൊ 1/2c അതുപോലെ എഴുതി. ക്യൂവിന് പകരം സി വി ഇട്ടാൽ സി സ്ക്വയർ വി സ്ക്വയർ എന്ന് വരും. സി സ്ക്വയർ വി സ്ക്വയർ. ഓരോ സി കട്ട് ചെയ്തു പോയി. സീക്വൽ ടു എന്ത് വരും? ഹാഫ് വരും. ബാക്കി സി വി സ്ക്വയർ. ഇതാണ് വർക്ക് ഡൺ ഇൻ ചാർജിങ് ഫുള്ളി. കപ്പാസിറ്ററിനെ ഫുൾ ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത വർക്കാണ്. അപ്പൊ കപ്പാസിറ്ററിനെ ഞാൻ ഫുൾ ആയിട്ടും ചാർജ് ചെയ്തു. അതിനുവേണ്ടി ഞാൻ ചെയ്ത വർക്ക് ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഞാൻ പറഞ്ഞ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. കപ്പാസിറ്ററിനെ ഞാൻ ഫുൾ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്ററിനെ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത വർക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയ്ക്കുള്ളത് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഞാൻ ചെയ്ത വർക്ക് എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അപ്പൊ വാട്ട് ഈസ് എനർജി സ്റ്റോർഡ്? പറയൂ. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഹാഫ് സി വി സ്ക്വയർ ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. സി വാട്ട് ഈസ് എ വർക്ക് ഡൺ ഇൻ ചാർജിങ്? വാട്ട് ഈസ് എ വർക്ക് ഡൺ ഇൻ ചാർജിങ് എ കപ്പാസിറ്റർ ഫുള്ളി? ഹാഫ് സി വി സ്ക്വയർ. This work will be stored as electrical energy. This work will be stored as electrical energy. This work becomes potential energy. Am I right? This work is stored as potential energy between the plates of capacitor. This work is stored as potential energy in the electric field between the plates of capacitor. This work is stored as potential energy in the electric field between the plates. So what is the energy stored in a parallel plate capacitor? Potential energy is equal to half CV square. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത സെക്ഷൻ നോക്കാൻ പോവാണ്. എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കുന്നത്? എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് നോക്കാം. എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എനർജി ബൈ വോളിയം എന്നാണ്. എനർജി ഡിവൈഡഡ് ബൈ വോളിയം. എനർജി ഡിവൈഡഡ് ബൈ വോളിയം. നിങ്ങൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പ്ലേറ്റ് ഉണ്ട്? 2 പ്ലേറ്റ് ഉണ്ട്. ഈ 2 പ്ലേറ്റിന് ഏരിയ ഉണ്ട്. ഏരിയ എത്ര? എ ആണ്. 2 പ്ലേറ്റിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പൊ ആ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള വോളിയം എങ്ങനെ കാണും? നിങ്ങൾ ആ പ്ലേറ്റിനെ ഒന്ന് മനസ്സിൽ കാണൂ. 2 പ്ലേറ്റിന് ഇടയ്ക്കുള്ള അത്രയും സ്പേസ് എയർ ആണ്. അപ്പൊ അത്രയും സ്ഥലം കട്ടൊക്കെ ചിന്തിച്ചാൽ ഒരു ബോക്സ് പോലെയല്ലേ ഇരിക്കുന്നത്. ആ ബോക്സിന്റെ വോളിയം കാണാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? അതായത് എ ഇൻറ്റു ഡി അല്ലേ? അപ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എ ഡി ആണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ, കപ്പാസിറ്ററിന്റെ എത്ര പ്ലേറ്റ് ഉണ്ട്? 2 പ്ലേറ്റ് ഉണ്ടോ? ഈ 2 പ്ലേറ്റിനും ഏരിയ എത്രയാണ്? എ ആണ്. ഇതിന്റെ ഇടയ്ക്കുള്ള എയർ കൂടെ നമ്മൾ ചിന്തിച്ച് കട്ടൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബോക്സ് പോലെയാണ് ആ സാധനം ഇരിക്കുന്നത്. അപ്പൊ ഒരു പ്ലേറ്റിന്റെ ഏരിയ എ, ഇത്ര സ്ഥലത്തുള്ള ഡിസ്റ്റൻസ് ഡി. അപ്പൊ ഇത്രയും സ്ഥലത്തിന്റെ വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എടുത്താൽ പോരെ? അപ്പോൾ എ ഇൻറ്റു ഡി. അപ്പോൾ ഇത്രയും സ്ഥലത്തിന്റെ വോളിയം എന്താണ്? എ ഡി ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, എനർജി ഡെൻസിറ്റി വേണം അല്ലേ? അപ്പൊ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, എനർജിയുടെ ആൻസർ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, ഹാഫ് സി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം എന്താണ്? എ ഡി ആണ്. ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്താണ് ജേഷ്? അറിയില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചല്ലേ, ε0 A/d, ε0 A/d. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പൊ എനർജി ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ഹാഫ് എഴുതി. സിയുടെ വാല്യൂ ഇപ്പൊ പറഞ്ഞു, ε0 A/d, ബാക്കി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഡി. ഡിവൈഡഡ് ബൈ ഞാൻ എഴുതി നോക്കൂ, എ ഡി. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, എ ക്യാൻസൽ ചെയ്തു പോയി. എനർജി ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു പറയൂ, ഹാഫ് ε0 വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടിയത്. ഹാഫ് ε0 വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ. ഇനി ഒരു കാര്യം പറയാം. 2 പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിപ്പിച്ചു. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വി ബൈ ഡി അല്ലേ? അപ്പൊ ഇതിനെ നമുക്കൊന്ന് മാറ്റാം. എനർജി ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ഹാഫ് ε0, ഇതിനെ വി ബൈ ഡിയുടെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എനർജി ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ഹാഫ് ε0 വി ബൈ ഡിക്ക് പകരം ഞാൻ ഇ എഴുതാം. അപ്പൊ ഇ സ്ക്വയർ. അപ്പോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി ഡെൻസിറ്റി? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ε0 ഇ സ്ക്വയർ. ഇതൊരു കിഡിലൻ ക്വസ്റ്റൻ ആണ്. അപ്പൊ വാട്ട് ഈസ് എനർജി സ്റ്റോർഡ് ഇൻ ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? ഹാഫ് എന്താണ് എനർജി? ഹാഫ് സി വി സ്ക്വയർ. എനർജി ഡെൻസിറ്റി എന്താണ്? ഹാഫ് ε0 ഇ സ്ക്വയർ. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യും? പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്.
അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടും once again എക്സ്പ്ലെയിൻ ചെയ്യാം. ലിസൺ പ്രോപ്പർലി. സോ ഓക്കെ, you consider a parallel plate capacitor. So this is a parallel plate capacitor. It is to be charged. So charges are given in installments. So each time we give a charge dq. So in this particular at this stage, the PD between the plates is V. So what is the PD between the plates? V. So you consider a parallel plate capacitor. It is to be charged. The charges are given in installments. Each time we give a charge dq. At this particular stage, the PD between the plates is V. Okay. Then I want to give it an additional charge dq. So to provide an additional charge dq, work is to be done. So how will you calculate that work? We know the equation. Potential difference is equal to work divided by charge. Then therefore what is work? Work is equal to potential difference into charge. Okay. What is the potential difference between the plates? V. What is the charge to be given? dq. So it is a small charge. Am I right? So I must do a small work. So work done in charging, work done in giving a charge dq. It is a small work. Work is equal to potential difference into charge. What is the potential difference? V. What is the charge? dq. Then what is the work done in charging it fully? See, initially the capacitor has 0 charge. When it is fully charged, the charge becomes capital Q. So what is the work done in charging it fully? So work done in charging it fully is equal to integral V dq. Integral V dq. Then see, limits I am putting 0 to capital Q. No problem. Then you know the equation. Capacitance is equal to Q by V. Am I right? Then what is V? V equal to Q by C. No problem. Put it here. So work is equal to integral 0 to Q. Tell me. Instead of V you write Q by C. Then dq. Then for a capacitor, the capacitance value is a fixed value. So it is a constant. So take C out. So work is equal to, tell me, 1 by C into integral 0 to Q, Q dq. Am I right? Then what is integral x dx? You have studied. What is integral x dx? It is x square by 2. So similarly, what is integral q dq? It is q square by 2. So it's equal to 1 by C into, what is integral q dq? It is q square by 2. Put your answer in a square bracket. Limit at the side 0 to q. Then for convenience, 2 is put out. So work is equal to, tell me, work is equal to 1 by 2C into, then q square alone, then 0 to q. Then instead of q you put upper limit minus lower limit. So what is the answer of work? Work is equal to, tell me, work is equal to 1 by 2C into 1 by 2C into q square minus 0 square. Q square minus 0 square. So work is equal to 1 by 2C into q square. Am I right? See, potential difference is equal to what? Q by C. Instead of small q, if I put capital Q, what is Q? Q is equal to CV. So work is equal to 1 by 2C into, instead of Q you write CV. So CV, it's a square. So C cancel. So work is equal to half CV square. So this is a work done in charging your capacitor fully. Am I right? This work will be stored as what? Potential energy in the electric field between the plates. Okay. See, one plate is positive, the other plate is negative. In these two, between these two plates, what exists? Uniform electric field exists. You know. So the work done in charging the capacitor is half CV square. This work becomes potential energy. Where? In the electric field between the plates. So this work is stored as potential energy in the electric field between the two plates. Am I right? So instead of work you can write what? Potential energy. So I got the answer. What is the energy stored between the plates of parallel plate capacitor? It is equal to half CV square. What is the next section? We want the energy density. Energy density is equal to energy divided by volume. Energy divided by volume. Now you think of your capacitor.
So it is a parallel plate capacitor. How many plates are there? 2 plates. What is the area of each plate? A. Distance between plates D. Then you consider the 2 plates along with the air between the plates. So you will get a box shape. Am I right? See, what is the volume of that box? Volume is equal to base area into height. Base area is A. A into height D. So AD is a volume. So energy density is equal to energy by volume. What is energy? Half CV square. That divided by what is the volume? AD. Then it is a parallel plate capacitor. What is the capacitance of parallel plate capacitor? Epsilon 0 A by D. You have studied. So instead of C you write epsilon 0 A by D. Put. So energy density is equal to half. Then what is the answer of C? Epsilon 0 A by D. Then V square. That divided by AD. Okay, A cancel. So energy density is equal to, tell me, half epsilon 0 V square divided by D square. Then energy density is equal to half epsilon 0. This can be written as V by D square. Am I right? What is V by D? V by D. Positive plate, negative plate. V by D is the electric field between the plates. So instead of V by D you write E. So energy density is equal to, tell me, half epsilon 0. Instead of V by D you write E. Then it's a square. So this is a energy density. Okay. So what is energy? What is the work done in charging a parallel plate capacitor? It is half CV square. Then this work is stored as what? Potential energy. Where? In the electric field between the plates. Then what is the energy density of your capacitor? Energy density is equal to half epsilon 0 E square.